മോഹം. അപ്പൊ വേറെ പരിപാടികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്നൂര് പോവാന്നുള്ളതേ ഉള്ളൂ. അവിടെ പോയിട്ട് ഇരിക്കുക. അങ്ങനെ ഏട്ടൻ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമുട്ട എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഗൈസ്, എന്റെ സൗണ്ട് റെഡി ആയിട്ടില്ല. നിങ്ങൾ ഷോർട്സിൽ കേട്ടിട്ടുണ്ടാകും. ഞാൻ ആ ബാംഗ്ലൂർ ഇവന്റിന്റെ സമയത്ത് എനിക്കൊരു പനി പിടിച്ചതാ. അത് പിടിച്ചതിന് ശേഷം പിന്നീട് എന്റെ തൊണ്ട ശരിയായിട്ടില്ല. ബീൻ 5 days. എന്നിട്ട് എന്താണ് സമാധാനം ശബ്ദമില്ലായ്മയുടെ എന്താ പറയാ. അപ്പൊ ഗൈസ്, നമ്മുടെ നീലിയുടെ കൂടെയുള്ള ഫസ്റ്റ് വ്ലോഗ് ആണ് ആക്ച്വലി. നിങ്ങൾ ഞങ്ങളുടെ കാർ വ്ലോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ആദ്യത്തെ കാർ ഇയോണിലാണ് എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ വെരി ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ നീലിന്റെ അകത്ത് നിന്നിട്ട് ഒരു വ്ലോഗ് എടുക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മളെപ്പോഴും പോവാറുള്ള, നമ്മുടെ ട്രിപ്പുള്ള, നമ്മളെപ്പോഴും പോകുന്ന, നമ്മൾ പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മുടെ സ്വന്തം പയ്യന്നൂര്. നമ്മള് വീട്ടിൽ പോവാണ്, വെള്ളൂര് പോവാണ്. അപ്പൊ വേറെ പരിപാടികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്നൂര് പോവാന്നുള്ളതേ ഉള്ളൂ. അവിടെ പോയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണിക്കെങ്കിലും നമ്മൾ പുറപ്പെടാറുണ്ടല്ലോ. പക്ഷെ ഇത് വളരെ നേരത്തെയാണ്, അതിനേക്കാൾ നേരത്തെയാണ് നമ്മൾ പുറപ്പെടുന്നത്. രാവിലെ ഇപ്പൊ കണ്ട മനസ്സിലായിട്ടുണ്ടാവും. ഇരുട്ടല്ലോ. വൈകിട്ട് 4 മണിക്കാണ് ഗൈസ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇന്നത്തെ സമയം കാണിക്കുന്നത് 12:10 പയ്യന്നൂർ അറൈവല് കാണിക്കുന്നത്. അതെന്തായാലും നടക്കൂല. 2 മണിയാകും എന്നാണ് തോന്നുന്നത്. ഇതുവരെയായിട്ട് ഈ മാപ്പ് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വഴി അതുകൊണ്ട് ചെറിയ മോനെ നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം ഗൈസ്. കന്നഡ ഉണ്ടോ? കന്നഡ ഗൈസ്, രാമു പാപ്പം മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് മിച്ചറും വേണം, ചക്ക വറുത്തത്. ഞാൻ ഇപ്പൊ വാങ്ങിച്ചോളൂ. ഈ വഴി ഇച്ചിരി നേരം ഞാൻ ഓടിച്ചോളൂ. അതിന്റെ ഉള്ളിൽ തന്നെ ഇവന്റെ ചോടിപ്പുറത്തേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. നീലി നിറച്ച് ഇത്രയും ചിപ്സ് വാങ്ങിച്ച് വണ്ടി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വിട്ടിട്ടേ ഇല്ല. ഞാൻ നല്ലൊരു കോപ്പാസഞ്ചർ അല്ലാന്ന്. ഞാൻ നല്ല കോപ്പാസഞ്ചറാ. വെറുതെ ഞാൻ നല്ല പാട്ട് വെക്കും. ഞാൻ നന്നായിട്ട് മാപ്പ് എന്തെന്നാ റീല് ഞാൻ കാർപ്ലേയിൽ ഇട്ടിട്ട് റീല് കേക്കും. അപ്പൊ അവനും കൂടെ കേൾക്കാലോ. അപ്പൊ ഗൈസ്, നല്ല പാട്ടുകൾ വെക്കണം. ഒരു കോപ്പാസഞ്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറയണത് നല്ല പാട്ട് വെക്കണം. ആ പാട്ടൊക്കെ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാനാണ് നല്ല കോപ്പാസഞ്ചർ. അത് ഓക്കെ. പിന്നെ എവിടെയെങ്കിലൊക്കെ നല്ല ചായക്കട, നല്ല കഴിക്കാൻ കിട്ടുന്ന സ്ഥലമൊക്കെ നേരത്തെ മുൻകൂട്ടി റിസർച്ച് ചെയ്തിട്ട് കോപ്പാസഞ്ചർ ഞാൻ ആർക്കെങ്കിലും സമയം കിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. അപ്പം മനസ്സിലാവും. രാമു ആ മുഖം പോലെ തന്നെയില്ലേ ഈ മുഖം. അയ്യേ ഇല്ല ടാശേ. ഇവൻ പറയണ ബേസിലെ പോലും അയ്യേ ഇല്ലേ അയ്യേ. കറക്റ്റ് ഒരു ബേസിന്റെ ലുക്കില്ലേ രാമുവിന്? ഉണ്ട്. നീ ആ താടി ശരിക്കും പഠിച്ചതിന്റെ കറക്റ്റ് ബേസിൽ തന്നെയാണ് അല്ലേ? അന്നൊരു ദിവസം നീ എന്നോട് പറഞ്ഞായിരുന്നു. ഇല്ലട്ടോ ഗൈസ്, ഞാൻ തന്നെയാണ് ആ അപവാദം പറഞ്ഞ് സൃഷ്ടിക്കണത്. മേടിക്കണ്ടോ? തൃശ്ശൂരത്തേറ്റേ ഉള്ളൂ. ഇനിയുണ്ട് കൊറേ പോവാൻ. ഇനി ചായ കുടിക്കാൻ നിർത്താം. ചായ. അങ്ങനെ നമ്മൾ പയ്യെ എവിടെ എത്തിയെന്നറിയോ? മേലച്ചോ എത്തി. ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ക്യാമറയ്ക്ക്. എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് വിശന്നു. അപ്പൊ ഞാൻ രാമുവിനോട് പറഞ്ഞു, ഇവിടുത്തെ എന്തോ മുട്ടയപ്പം വാങ്ങിച്ചുതരാൻ പറഞ്ഞു. ഇവിടെ സ്പെഷ്യൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മുട്ടയപ്പവും പിന്നെ അൽഫാമും ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഏതാ നമ്മുടെ വഴി
സ്ഥലം ഏതാണ്? തളിപ്പറമ്പ. തളിപ്പറമ്പയിൽ പോവാണ് ഗൈസ്. അപ്പൊ തളിപ്പറമ്പയിൽ പോയിട്ട് നമുക്ക് ഇനി മുട്ടയപ്പം കഴിക്കാം. കാൽടെക്സിലെത്തിയ നമ്മൾ എന്ത് ചെയ്യണം? ഷീലിൽ കയറണം. ഷീലിൽ കയറി പാപ്പം മേടിക്കണം. പക്ഷെ ഷീൻ അടച്ചു തോന്നുന്നു. നമ്മുടെ സ്പെഷ്യൽ മുട്ട ആൻഡ് വിത്ത് അൽഫാം കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ഗായ്സ്. കട തുറന്നിട്ടുണ്ടല്ലേ രാമുട്ട? നമ്മൾ കുറച്ച് ഡൗട്ട് ചെയ്തായിരുന്നു കട അടച്ചിട്ടുണ്ടാവൂന്ന്. പക്ഷെ അതിനോടെ നമ്മൾ കണ്ണൂരെത്തി. അതെ 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 അതെ. മുട്ടപ്പത്തിരി അല്ലല്ല, മുട്ടയപ്പം. അത് മുട്ട ഉള്ളതുകൊണ്ടാണോ മുട്ടയപ്പം എന്ന് പറയുന്നത്? ആണോ? മുട്ട പോലെ ഇരിക്കണോണ്ട്. This is the മുട്ട with പെർപ്പറി, മുട്ടയപ്പം വിത്ത് പെർപ്പറി. The next day. അപ്പൊ ഗൈസ് നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ശബ്ദം പോയി തോന്നുന്നു, കാരണം ഇന്നലെ AC വന്നതുകൊണ്ട്. പിന്നെ താഴെ അച്ഛനമ്മേനെയും കാണും. അപ്പം നമ്മുടെ വണ്ടി ആദ്യമായിട്ടാണ് അച്ഛനമ്മയും കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഒരു ഹാപ്പിനെസ്സിലും രാമുണ്ട് അച്ഛനമ്മ ഉണ്ടാവാറില്ലല്ലോ എന്ന് ചോദിക്കാറ്. ആക്ച്വലി അവർക്ക് പയ്യന്നൂരാണ് അവർക്ക് ഇഷ്ടം. അവർ വല്ലപ്പോഴും കൊച്ചിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വരാനത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇപ്പം ഇന്ന് ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അച്ഛനും അമ്മേനെയും ഏട്ടനും ഉണ്ട്, സനുവേട്ടനും ഉണ്ട്. അപ്പോൾ ഏട്ടനെയും കൊണ്ടിട്ട് പുറത്ത് പോകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞാൻ ഓൾറെഡി അവതരിപ്പിച്ചു രാവിലെ തന്നെ. അച്ഛാ നമുക്ക് പുറത്തു പോകാം ഇന്ന്. ഞാൻ വരില്ല ഞാൻ പുതിയ വണ്ടി വെച്ചാൽ നമുക്ക് പുറത്തോട്ടൊക്കെ വരുമ്പോൾ ഞാനല്ല, അതൊക്കെ നിങ്ങൾ പിള്ളേർ പോയാൽ മതി. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം, എന്നവരെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ താഴെ പോയിട്ട് നമുക്ക് എല്ലാവരും കാണാം. ആൻഡ് ഓൾസോ നിക്കി ബേബ. നിക്കിന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വീട്ടിലെ നായ്ക്കുട്ടിയാണ്. അവളവിടെ താഴെയുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ മുതൽ ഇങ്ങനെ കുറച്ച് ആളെ കണ്ടിട്ടപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കാണ് അവളെ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അതാ നിക്കി. ആർക്ക് നിക്കിന്ന് അറിയില്ലേ? ഇതാണ് നിക്കിക്ക് ഞാൻ തൊട്ട് കൊടുത്ത പൊട്ട്. നിക്കി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് പേടിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കളിക്കൂല. ഗൈസ്, നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ മസ്ക ബൺ ഉണ്ടാക്കാൻ പോകുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ബൺ മസ്കയ്ക്കായി നമ്മൾ കടയിൽ പോയി റോ മെറ്റീരിയൽസ് മേടിക്കാൻ പോവാണ് ഗൈസ്. മിൽക്ക് മെയ്ഡ്, ബട്ടർ ആൻഡ് ബൺ. അപ്പോൾ ഇന്നെൻ്റെ കൂടെ സനുവേട്ടനാണ്, മൈ ബ്രദർ. മനുഷ്യൻ സ്വന്തമായി കുറേ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. സോ വി തോട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന്. സോ ദ വൈറൽ ട്രെൻഡിങ് ബൺ മസ്ക നമ്മളിന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഏട്ടൻ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ് ഗൈസ്. ബണ്ണ് നമ്മൾ വിചാരിച്ചത്രയും സോഫ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ നമുക്കത് സോഫ്റ്റ് ആക്കാം. ഇതിൽ പോയാൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇത്. ഹായ് നിക്കി ബോബോ. ഗൈസ്, അങ്ങനെ ഏട്ടൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ റെസിപ്പി കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, അയ്യേ ഇത്രയുള്ള ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ഒരുപാട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഏട്ടൻ നിർബന്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിട്ട് ഏട്ടൻ അതിനകത്ത് ഏതാ അവനവൻ കുഴിക്കുന്നല്ലേ ചെറുതായി ഏട്ടൻ ദേ ഇതിനകത്ത് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുന്നു. നിങ്ങൾ ഇങ്ങനത്തെ റെസിപ്പി കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. സംഭവിച്ചിട്ടുണ്ട്. അതെന്താ? അത് ചൂടാറണായിരുന്നല്ലേ? ആ തണുത്താറണോ അല്ലേ? ഞങ്ങളെല്ലാം അടിപൊളിയാക്കി. കണ്ണാടി പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് ബട്ടർ നല്ലതല്ലേ, തിന്ന് തീർക്കല്ലേ പണ്ടാരങ്ങളെ. ഒരുപാട് ബട്ടർ ടേസ്റ്റ് ആയിരിക്കും. എന്താ പറയണ്ടേ?
കല്ല് ചൂടാൻ ബട്ടറാണ് എടുക്കുന്നത്. ബട്ടർ ഇടാൻ വലിയ ചൂടൊന്നും വേണ്ട. വിഷയം പ്രശ്നം നടക്കുന്നൊന്നുമില്ലേ. ഞാനും കയറട്ടെ, എനിക്ക് ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല. ഞാളാകുമ്പോ അങ്ങനെയൊന്നുമില്ല. അത് മുറിക്കണ്ടാവും. ഈ പണ്ട് ഇമാതിരി ചപ്പാത്തി ആക്കി വലിച്ചു പിന്നെ ഇങ്ങനെയല്ലേ ആവത്തുള്ളൂ. ഇല്ല ഏട്ടാ, അങ്ങനെയല്ല. വെയിറ്റ് ചെയ്യണോ താങ്കൾ ടേസ്റ്റ് ചെയ്യാൻ? താങ്കൾ വെയിറ്റ് ചെയ്യണോ ടേസ്റ്റ് ചെയ്യാൻ? താങ്കളുടെ സൃഷ്ടിയല്ലേ ഇത്? നല്ലതാണെങ്കിൽ എന്റെ കൂടെയാണ്. നല്ല ക്രീമുള്ള പിടുത്തം കിട്ടുന്നില്ല. ഞാമുട്ട എങ്ങനെയുണ്ട്? വേഫൽസ്. ആ, നമ്മളെ തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. എനിക്ക് മധുര ബട്ടർ ബൺ ഇല്ലേ, സെയിം ടേസ്റ്റാ. അപ്പോൾ ഗൈസ്, നമ്മൾ ബൺമസ്കി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഞാനും രാമുണ്ണും ഏട്ടനും അമ്മയാണ് ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മയും ഏട്ടനും നമ്മുടെ നീലിനെ കാണുന്നത്. അച്ഛൻ പുറത്തേക്ക് കൂടെ വന്നില്ല. അച്ഛന് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യം. ഭാഗ്യത്തിന് അമ്മയും ഏട്ടനും അത്യാവശ്യം ഔട്ടിംഗ് ഒക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. ദെൻ സിനിമയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ ഏട്ടൻ്റെ സജഷൻ പ്രകാരം നമ്മൾ സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പയ്യന്നൂർ തന്നെയുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ പറയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് തെയ്യം ഉണ്ടെന്ന്. അപ്പോൾ തെയ്യം സീസൺ സ്റ്റാർട്ടായിരിക്കുകയാണ്. തെയ്യം സീസൺ സ്റ്റാർട്ടായി നമ്മൾ കണ്ണൂരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തെയ്യവും അങ്ങനെ മിസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് വീടിൻ്റെ അടുത്താകുമ്പോൾ നമ്മൾ ഒട്ടും മിസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇന്ന് വെള്ളാട്ട് തെയ്യമാണ്, കാരണവർ തെയ്യം എന്ന് പറയും. അപ്പോൾ ഞങ്ങളത് കാണാൻ പോയി. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വെളുപ്പിനെ വരെ തെയ്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത്രയും നേരമൊന്നും ഇരുന്നില്ല, ജസ്റ്റ് പോയി കണ്ടു. പിന്നെ ഇങ്ങനെ തീയും കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി തെയ്യം കാണുന്നത്. എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കൂല. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ കണ്ണൂർ വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്ന് ശരിക്കും വരുന്നത് തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കാനും നമ്മുടെ നാടിന്റെ ഭംഗി ആസ്വദിക്കാനും ഇതുപോലെ തെയ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തായാലും നന്നായിട്ട് ഇത്തവണ കഴിഞ്ഞു. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ് ഇനി വെള്ളൂർ വരാന്നുള്ളത്. അങ്ങനെ വെള്ളൂർ വന്നിട്ടാണ് ഉള്ളത് ഗൈസ്. അപ്പം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് എറണാകുളത്തേക്ക് തിരിച്ചു പോകും. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ കണ്ണൂർ വിശേഷം ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.